നമ്മൾ പറഞ്ഞല്ലോ, ആ കൂട്ടത്തിൽ എല്ലാവരെയും നമ്മൾ പറയുന്നില്ല. അതിലും മശായിഖന്മാരെ എതിർക്കാത്ത ആളുകളുണ്ട്, മഹാന്മാരെ കൊച്ചാക്കാത്ത ആളുകളുണ്ട്, സാദാത്തുക്കളുണ്ട്, ആലിമീങ്ങളുണ്ട്, സാധാരണക്കാരുണ്ട്, നിഷ്കളങ്കരായ പാവപ്പെട്ട പ്രവർത്തകരുണ്ട്. അതേസമയം സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വലിയ വലിയ നേതാക്കന്മാർ, നിഴൽവാദിയെ പോലെയുള്ള നേതാക്കന്മാർ, ഈ മുട്ടിപ്പടി തങ്ങളെ പോലെയുള്ള സംസ്ഥാന നേതാക്കന്മാർ, മർക്കസിലെ മുദരിസിനെ പോലെയുള്ള ഈ കുട്ടുക്കരക്കാരനെ പോലെയുള്ള വ്യാജ പണ്ഡിതന്മാർ, അവർ പറയുന്നത് കള്ള ശരീഅത്താണ്. അവർ വ്യാജന്മാരാണ്, കള്ള ശരീഅത്ത്വാദികളായ പിഴച്ച വ്യാജ പണ്ഡിതന്മാരാണ്. അവരെയാണ് ഞങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാത്തവർ അതിൽ നിന്നൊഴിവാണ്. കുഞ്ഞാമീൻ ഇന്നത്തെ പ്രസംഗം അത് എങ്ങനെയുണ്ട്? ഇത് ആദ്യം എന്താണ് പറഞ്ഞിട്ടേ? ആദ്യം എന്തേലും പറഞ്ഞിട്ടേ? അതെങ്ങാണ്ട് കാണിച്ചപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി. ഇങ്ങനെ പറഞ്ഞ കുറച്ച് ഓവറായിട്ടോ, പറയാൻ പാടില്ലേ. ആദ്യം പറഞ്ഞു കേട്ടോ. ഇപ്പൊ എല്ലാവരും ഇല്ലല്ലേ, ഇപ്പൊ കുറച്ച് ആൾക്കാരെ മാറ്റിയിട്ട് ബാക്കി എല്ലാവരും നല്ലവരാണ്. മനസ്സിലായോ? മുമ്പ് എറണാകുളം സമ്മേളനത്തിൽ പങ്കെടുത്തവരൊക്കെ സുന്നത്ത് വയ്ക്കാത്ത സുന്നികളാന്ന് പറഞ്ഞു. അത് നമ്മൾ ചോദ്യം ചെയ്ത്. അപ്പോൾ നൗഷാദ് പിന്നെ അടുത്ത വർഷത്ത് മാറ്റി. എന്തേ? എല്ലാവരും ഇല്ല കേട്ടോ, ഈ ഒറ്റ കുറച്ച് ആൾക്കാർ മാത്രം. അവരെ പറ്റി മനസ്സിലെന്ന് പറഞ്ഞത് കുടുങ്ങി. നമ്മൾ താജുലുലമയെ പറ്റി പറഞ്ഞാണെന്ന് കാണിച്ചു കൊടുത്ത് താജുലുലമയായിട്ട് പെടുക ചോദിച്ചപ്പോൾ അവർ നമുക്ക് മാറ്റണ്ടോ എന്നത്. നിങ്ങളെ മുശാവറയുടെ പരമോന്നത നേതൃത്വം മുതൽ താഴെ തട്ടുവരെയുള്ള 99.9% കള്ളന്മാരാണ്, ദജ്ജാലൂന കദ്ദാബൂൻ. അത് കേട്ടില്ല? നിങ്ങളെ മുശാവറയുടെ പരമോന്നത നേതൃത്വം മുതൽ ആ പരമോന്നത നേതൃത്വത്തിൽപ്പെട്ടവാടോ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ. ആ ബാഫക്കി തങ്ങളെ പറ്റി ഈ കള്ളനാ വെച്ചാലെന്ന് പറഞ്ഞില്ലേ? പിന്നെ പറയാ ബാഫക്കി തങ്ങളെ പറ്റി പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയല്? പരമോന്നത നേതൃത്വം മുതൽ ആ പരമോന്നത നേതൃത്വത്തിൽപ്പെട്ടതാണ്, മുശാവറയുടെ പരമോന്നത നേതൃത്വത്തിൽപ്പെട്ട ആളാണ് സയ്യിദ് അലി ബാഫക്കി തങ്ങൾ. അല്ലാതെ അനുസരിക്കാൻ കഴിയോ? ഇതിപ്പോൾ പിന്നെ കുടുങ്ങിയപ്പോൾ പിന്നെ മാറ്റേണ്ടി വരും. കണ്ടാ 99.80. ഇതുകൂടെ ഇനി എത്ര നല്ലവരുണ്ട് ഇതിപ്പോൾ കൂട്ടി കണക്കിൽ സാധാരണക്കാരും പണ്ഡിതന്മാരും സാധാത്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ ശതമാനം കൊണ്ട് പറഞ്ഞാൽ അടുത്ത പ്രസംഗത്തിൽ കേട്ടോ മാറ്റേണ്ടി വരും. കളി അങ്ങോട്ട് വേണ്ട മോനെ. ഇത് ആര് കേട്ടാലും ആൾക്കാർ ചിന്തിക്കൂലേ നമുക്ക് വട്ടാന്നുള്ളത്? ചിന്തിക്കും. ഞങ്ങൾ ജനങ്ങൾക്ക് ഓരോന്നിങ്ങനെ തുറന്ന് കാണിച്ചു കൊടുക്കുക. മനസ്സിലായോ?